ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത്തായം ബ്ലോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ബൈ ദ വൈ, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലെ എണീക്കാൻ ലേറ്റ് ആയി പോയി. അപ്പം പിന്നെ ആ ഒരു ഇതിലങ്ങനെ പോയി. പിന്നെ എന്താ പറയുക, ഇന്ന് 6ാമത്തെ നോമ്പായി. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ബാക്കി പേരുടെ പോവാം. ഓക്കെ ഗൈസ്, ടുഡേസ് അത്തായം ഈസ് പാസ്ത. അപ്പോൾ എന്താ പറയുക, 6ാമത്തെ നോമ്പായി. സോ ഫാസ്റ്റ്. പിന്നെ വേറെന്താണ്, ഇന്നലത്തെ നോമ്പൊക്കെ എന്താ പറയുക, ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുന്ന ഒരു ടൈമൊക്കെ ഒരു ക്ഷീണം അതൊക്കെ ചിലപ്പോൾ ആയിരുന്നുണ്ട്. രാവിലെ അങ്ങനൊന്നും ഇല്ല, കുഴപ്പമില്ല. ടൈം ലോഗിൽ എന്താ പറയുക, വെറൈറ്റി കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ എന്താണ് കൊണ്ടുവരുന്നത് പൊരുത്തപ്പെട്ടത്. നമ്മൾ കാണുന്നവർ പറയുന്നുണ്ട്, എന്താ വെറും അത്തയക്കുന്ന ഫുഡ് കഴിക്കുന്ന മാത്രം എടുക്കല്. പക്ഷെ വേറെന്താ ഇപ്പോൾ എടുക്കാനും. നോക്കാം എന്തിനൊക്കെ സംഭവങ്ങൾ. എന്നാ പിന്നെ ഇത് കഴിക്കട്ടെ. യെസ്, അപ്പം എന്താ പറയാ, അങ്ങനെ അത്താഴം കഴിഞ്ഞ് ഇനിയിപ്പം എന്താ 5:30 അങ്ങനെ സദ്യ കഴിക്കാം. അപ്പോൾ 5:30 അങ്ങനെ വാങ്ങിട്ട് ഒക്കെയാണ് ഈ പരിപാടി. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ ഇന്നത്തെ സംഭവം എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു ഇത് പറയാൻ വെച്ചു. എന്താ വെച്ചാൽ കുയിപ്പ് പറയാൻ നിങ്ങൾ കേട്ടില്ല. കുയിപ്പ് നമ്മളെപ്പറ്റി ഉള്ളൊരു കാര്യം മറ്റുള്ളവരോട് പറയുന്നത് ഓക്കെ, ബട്ട് നമ്മളെപ്പറ്റി ഇല്ലാത്തൊരു കാര്യം, അത് നമ്മളൊരിക്കലും വിചാരിക്കാത്തൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയ്യോ, അതും ഒരു സ്ത്രീയാണിത് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ഞാൻ തന്നെ കേട്ടിട്ട് ഞാൻ ആദ്യം ആ ഒരു എക്സ്പ്രഷനായിരുന്നു. അതും ഞാനും ഉണ്ട്, എൻ്റെ പേരും വേറൊരു വ്യക്തിനെയും കൂട്ടിയിട്ടാണ് ആ ഒരു കുയിപ്പ് പറഞ്ഞത്. അതും ഈ റമളാൻ മാസം ആ പറഞ്ഞൊരിത് ഓർക്കണേ. ഇല്ലാത്തൊരു ഞാനത് കേട്ടിട്ട് എങ്ങനാ എനിക്ക് പിന്നെ ഓർക്കുമ്പോൾ ചിരിയും വരുന്നു. എന്തായാലും സ്നേഹം വരക്കട്ടെ, ഇത്ര പറയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ നടുവിൽ കൂട്ടിട്ടാണ്. പിന്നെന്താ, ഇന്നങ്ങനെ 6ാമത്തെ മുമ്പായി. ഇനി അങ്ങോട്ട് ഒരു പോക്കായിരിക്കും. 10 പിന്നെ ഓക്കെ ഉണ്ട്, പോക്കങ്ങോട്ട് പോകും. യെസ്, അങ്ങനെയൊക്കെയാണ് കാര്യം. നമ്മൾ പറഞ്ഞത് കുയിപ്പിനെ പറ്റിയായിരുന്നല്ലേ. ഞാൻ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയോണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു.
പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു ഈ അത്തായം വ്ളോഗിൽ വെറും ഫുഡ് കഴിക്കുന്നത് മാത്രം ആക്കല്, വേറെ എന്താണ് ആക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. അതാണ് മെയിൻ സംഭവം. അപ്പം എന്താ പറയുക, അപ്പോൾ ഒരു പുതിയൊരു അത്താഴം വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.